UAE-യിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. 2026 ജൂൺ 1 മുതൽ പുതിയ ശമ്പള നിയമം പ്രാബല്യത്തിലായി. സ്വകാര്യ മേഖലയിലെ കമ്പനികൾ ഇനി എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം നൽകണം. എന്താണ് ഈ നിയമം? പ്രവാസികൾക്ക് ഇതിലൂടെ എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? നിയമം ലംഘിച്ചാൽ എന്താണ് ശിക്ഷ? വിശദമായി നോക്കാം. എന്താണ് പുതിയ നിയമം? 2026 മന്ത്രിതല പ്രമേയം നമ്പർ 340 അനുസരിച്ചാണ് പുതിയ ശമ്പള നിയമം നടപ്പിലാക്കിയത്. മുമ്പ് സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾക്ക് ജീവനക്കാരുടെ ശമ്പളം 10-ാം തീയതി വരെ നൽകാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ ഓരോ മാസത്തെയും ശമ്പളം 1-ാം തീയതി തന്നെ ജീവനക്കാരുടെ അക്കൗണ്ടിൽ നൽകണം. വേതന സംരക്ഷണ സംവിധാനം അഥവാ WPS വഴി മാത്രമേ ശമ്പളം നൽകാവൂ. ജീവനക്കാർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ നിയമം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് UAE-യിലെ ലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികൾക്കാണ്. മുമ്പ് ശമ്പളം ലഭിക്കാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മാസം തുടങ്ങുന്ന ദിവസം തന്നെ ശമ്പളം ലഭിക്കും. വാടക കൃത്യസമയത്ത് നൽകാം. ബാങ്ക് ലോൺ, EMI എന്നിവ മുടങ്ങാതെ അടയ്ക്കാം. നാട്ടിലേക്ക് ആദ്യ ദിവസം തന്നെ പണം അയക്കാം. സാമ്പത്തിക ആസൂത്രണം കൂടുതൽ എളുപ്പമാകും തുടങ്ങിയ ഗുണങ്ങളാണ് ഇതുവഴി ജീവനക്കാർക്ക് ലഭിക്കുന്നത്. തൊഴിലാളികളുടെ സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ നടപടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. കമ്പനികൾക്ക് എന്താണ് വെല്ലുവിളി? വലിയ കമ്പനികൾക്ക് ഈ നിയമം അത്ര വലിയ പ്രശ്നമല്ലെങ്കിലും ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് പുതിയ നിയമം ചില സാമ്പത്തിക വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി തന്നെ മുഴുവൻ ജീവനക്കാരുടെ ശമ്പളം നൽകേണ്ടതിനാൽ കമ്പനികൾ പണമൊഴുക്ക് കൂടുതൽ കൃത്യമായി നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. നിയമം ലംഘിച്ചുള്ള നടപടി എന്താണ്? ശമ്പളം വൈകിപ്പിക്കുന്ന കമ്പനികൾക്കെതിരെ UAE മാനവ വിഭവശേഷി മന്ത്രാലയവും സെൻട്രൽ ബാങ്കും ചേർന്ന് നടപടി സ്വീകരിക്കും. എന്നാൽ ചെറുകിട സ്ഥാപനങ്ങൾ 1-ാം തീയതി തന്നെ ശമ്പളം നൽകിയില്ലെങ്കിൽ ഉടനടി ശിക്ഷ ലഭിക്കുമെന്ന് പേടിക്കേണ്ട. കമ്പനികൾക്ക് മേൽ അധിക സാമ്പത്തിക ബാധ്യതകളോ പുതിയ നിയമങ്ങളോ അടിച്ചേൽപ്പിക്കുന്നില്ലെന്നും നിലവിലുള്ള സംവിധാനം കൂടുതൽ സുതാര്യമാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിയമലംഘനം കണ്ടെത്തിയാൽ ഓരോ ജീവനക്കാരന്റെയും പേരിൽ കമ്പനികൾക്കെതിരെ പ്രത്യേക പിഴ ചുമത്താം. പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നത് തടയും. മന്ത്രാലയത്തിൽ കമ്പനിയുടെ ഫയലുകൾ ബ്ലോക്ക് ചെയ്യാം. ലൈസൻസ് പുതുക്കൽ ഉൾപ്പെടെയുള്ള സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടാം. ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾക്ക് കോടതി നടപടികളും നേരിടേണ്ടി വരാം. നിയമത്തിലെ ഇളവുകൾ എന്തൊക്കെയാണ്? ശമ്പളം വൈകുന്ന സാഹചര്യമുണ്ടായാൽ സിസ്റ്റം വഴി പെട്ടെന്ന് പിഴയോ ബ്ലോക്കോ വരില്ല. പകരം മന്ത്രാലയത്തിൽ നിന്നുള്ള ഇലക്ട്രോണിക് നിരീക്ഷണ സന്ദേശങ്ങളും മുന്നറിയിപ്പുകളുമായിരിക്കും ആദ്യഘട്ടത്തിൽ ലഭിക്കുക. നിയമവിധേയമാകാൻ കമ്പനികൾക്ക് മതിയായ സമയം ഇതിലൂടെ ലഭിക്കും. ജീവനക്കാർക്ക് നൽകാനുള്ള ആകെ ശമ്പള തുകയുടെ കുറഞ്ഞത് 85% കൃത്യസമയത്ത് കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം നിയമം പാലിച്ചതായി കണക്കാക്കും. സാങ്കേതിക തടസ്സങ്ങൾ കാരണം 100% തികയ്ക്കാൻ പറ്റാത്ത ബിസിനസ്സുകാർക്ക് ഇതൊരു വലിയ ഇളവാണ്. ചുരുക്കി പറഞ്ഞാൽ പുതിയ ശമ്പള നിയമം UAE-യിലെ പ്രവാസി തൊഴിലാളികൾക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സുപ്രധാന നടപടിയാണ്. ഇനി ശമ്പളം വൈകാതിരിക്കാൻ തൊഴിലുടമകൾ ശ്രദ്ധിക്കുമെന്നത് ഉറപ്പാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന പുതിയ ഘട്ടത്തിലേക്കാണ് UAE തൊഴിൽ മേഖല കടന്നിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.